ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ നോ ആൻഡ് നോട്ട്. ഈ രണ്ട് വേർഡ്സും നെഗറ്റീവ് എക്സ്പ്രഷൻസ് ആണ്. ആർ യു ഗോയിങ് ഔട്ട് ടുഡേ? ഇന്ന് നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടോ എന്ന് ഒരാൾ നമ്മളോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക? പോകുന്നില്ലെങ്കിൽ നോ, ഐ ആം നോട്ട് ഗോയിങ് എന്ന് പറയും അല്ലേ? അതുപോലെ തന്നെ ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ്? നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് കിട്ടിയോ? അപ്പോഴും നമ്മൾ കിട്ടിയിട്ടില്ല എങ്കിൽ എന്താ പറയുക? നോ, ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ മെസ്സേജ് അല്ലേ? അങ്ങനെയാണ് പറയുക. ഇത് വളരെ ഷോർട്ടായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ, ഒരൊറ്റ വാക്കിൽ നമുക്ക് ആൻസർ പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയുക നോ. ആർ യു ഗോയിങ് ഔട്ട് ടുഡേ എന്ന് ചോദിക്കുമ്പോൾ നോ എന്നാണ് മറുപടി പറയുക. അപ്പോൾ അല്ല അല്ലെങ്കിൽ ഇല്ല എന്ന ഒരു മറുപടി പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് നോ ആണ് അല്ലേ? നോട്ട് അല്ല. അങ്ങനെ ചോദിക്കുമ്പോൾ ആരെങ്കിലും നോട്ട് എന്ന് പറയുമോ? ഇല്ല. പ്രോബ്ലം എന്നാൽ പ്രശ്നം, അതൊരു നൗൺ ഫോമാണ്. ഇറ്റ്സ് നോ പ്രോബ്ലം, അതൊരു പ്രശ്നമല്ല. വേറൊരു സെൻറ്റൻസ് ഞാൻ പറയാം. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഫസ്റ്റ് സെൻറ്റൻസിൽ നോ എന്നുപയോഗിച്ചു, സെക്കൻഡ് സെൻറ്റൻസിൽ നോട്ട് ഉപയോഗിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോബ്ലം എന്ന ഒരു വേർഡിന് മുന്നിൽ നോ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചു, നോ പ്രോബ്ലം. അതേസമയം സെക്കൻഡ് സെൻറ്റൻസിൽ നോട്ട് എ പ്രോബ്ലം എന്നായി. അപ്പോൾ എന്താ? അതിനിടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വന്നു, എ എന്ന ഒരു ആർട്ടിക്കിൾ വന്നു. അപ്പോൾ അത് ഒരു ഡിഫറൻസ് തന്നെയാണ്. നോ ഉപയോഗിക്കുമ്പോൾ നൗണിന് മുന്നിൽ തന്നെ അത് ഉപയോഗിക്കാം. അതേസമയം നോട്ട് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നൗണിന് മുൻപിലായിട്ട് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് വേണം. ഇവിടെ നമ്മളൊരു ആർട്ടിക്കിൾ ഉപയോഗിച്ചു. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ്. ദർ ആർ നോ പ്രോബ്ലംസ്, അത് പ്ലൂറൽ ഫോമാക്കി. പ്രോബ്ലംസ് ആണ്. അപ്പോൾ നോ കഴിഞ്ഞിട്ട് നൗൺ ഉപയോഗിച്ചു. ദർ ഇസ് നോ പ്രോബ്ലം, അവിടെ അത് സിംഗുലർ ഫോമിലാണ്. ദർ ഈസ്. പ്രോബ്ലം എന്നത് സിംഗുലർ ആയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ദർ ഇസ് നോ പ്രോബ്ലം. ഇനി നമുക്ക് ആ സെൻറ്റൻസുകളിൽ നോട്ട് ഉപയോഗിച്ച് നോക്കാം. ദർ ഇസ് നോ പ്രോബ്ലം, ദർ ഇസിൻറ്റ് എനി പ്രോബ്ലം. ദർ ഈസിൻറ്റ്, ഈസിൻറ്റ് എന്നത് ഈസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ നോട്ട് വന്നപ്പോൾ എനി എന്ന ഒരു അഡ്ജക്റ്റീവ് നമ്മളവിടെ ഉപയോഗിച്ചു. ദർ ആർ നോ പ്രോബ്ലംസ്, നോ ഉപയോഗിച്ചു. ദർ ആറിൻറ്റ് എനി പ്രോബ്ലംസ്. ഇനി നമുക്ക് സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ദേ ഹാവ് നോ പ്രോബ്ലംസ്, അവർക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഇനി നോട്ടാണെങ്കിലോ? ദേ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ്. ഡോണ്ട് എന്നത് ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ പ്രോബ്ലം എന്നത് ഒരു കൗണ്ടബിൾ നൗണാണ്. പ്രോബ്ലം, പിന്നെ പ്രോബ്ലംസ് ഉപയോഗിച്ചു. ഇനി നമുക്ക് വേറെ ഒരു നൗൺ ഉപയോഗിക്കാം, ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്നത് ഒരു അൺകൗണ്ടബിൾ നൗണാണ്. അതിൻ്റെ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഇൻഫർമേഷൻ എന്ന് തന്നെയാണ്. വിവരം. ദർ ഇസ് നോ ഇൻഫർമേഷൻ, ഒരു വിവരവും ഇല്ല. നോ ഇൻഫർമേഷൻ, നോ കഴിഞ്ഞിട്ട് നൗൺ ഉപയോഗിച്ചു. ദർ ഈസിൻറ്റ് എനി ഇൻഫർമേഷൻ. ദർ ഈസിൻറ്റ് എന്നത് നോട്ട് ഉപയോഗിച്ച ഒരു സെൻറ്റൻസാണ്. ഈസ് നോട്ട്. എനി ഇൻഫർമേഷൻ എന്നാക്കി, അവിടെ എനി ഉപയോഗിച്ചു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദർ ഈസ്, നോ അത് കഴിഞ്ഞാൽ വരേണ്ടത് ഒരു നൗണാണ്. ദർ ഈസിൻറ്റ് എന്ന് കഴിഞ്ഞാൽ എനി കഴിഞ്ഞിട്ട് വേണം ഒരു നൗൺ വരുന്നത്. ഇനി നമുക്ക് ഒരു പ്രോനൗൺ ഉപയോഗിച്ച് നോക്കാം സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്. വി ഹാവ് നോ ഇൻഫർമേഷൻ. നോട്ട് ഉപയോഗിക്കാം. വി ഡോണ്ട് ഹാവ് എനി ഇൻഫർമേഷൻ, ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല. ഇനി ഓബ്ജക്റ്റ് പ്രോനൗൺസിൻ്റെ കൂടെ നോട്ട് ഉപയോഗിക്കാം. എന്താണ് ഓബ്ജക്റ്റ് പ്രോനൗൺസ്? മീ, യു, ഹിം, ഹർ, അസ്, ദം, ഇതൊക്കെയാണ് ഓബ്ജക്റ്റ് പ്രോനൗൺസ്. ഇതിനൊക്കെ മുന്നിൽ നമുക്ക് നോട്ട് ആണ് ഉപയോഗിക്കേണ്ടത്, നോ അല്ല. ഇറ്റ്സ് നോട്ട് മീ, അത് ഞാനല്ല. ഇറ്റ്സ് നോ മീ എന്ന് പറയില്ല. ഇറ്റ്സ് നോട്ട് ഹിം, അത് അവനല്ല. ഇറ്റ്സ് നോട്ട് യു, അത് നിങ്ങളല്ല. അപ്പോൾ അവിടെയും നോട്ട് ആണ് ഉപയോഗിക്കേണ്ടത്, നോ ഉപയോഗിക്കാൻ പാടില്ല. ഇനി പൊസസീവ് പ്രോനൗൺസ്. പൊസസീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ മൈൻ, എൻ്റേത്, യുവേഴ്സ്, നിൻ്റേത് അല്ലെങ്കിൽ നിങ്ങളുടേത്, ഹിസ്, അവൻ്റേത്, ഹേഴ്സ്, അവളുടേത്, അവേഴ്സ്, ഞങ്ങളുടേത്, ദയേഴ്സ്, അവരുടേത്. ഇതൊക്കെ പൊസസീവ് പ്രോനൗൺസ് ആണ്. അതിന് മുന്നിലും നമുക്ക് നോട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, നോ അല്ല. ഇറ്റ്സ് നോട്ട് മൈൻ, അത് എൻ്റേതല്ല. ഇറ്റ്സ് നോട്ട് യുവേഴ്സ്, അത് നിൻ്റേതല്ല. ഇറ്റ്സ് നോട്ട്
ഹിസ്, അത് അവൻ്റേതല്ല. ഇറ്റ്സ് നോട്ട് ഹേഴ്സ്, അത് അവളുടേതല്ല. അങ്ങനെ അവിടെയും നോട്ട് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പൊസസീവ് പ്രൊനൗൺസിന് മുന്നിൽ നോട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, നോ അല്ല. ഇറ്റ്സ് നോ മൈൻ എന്ന് പറയില്ല, അത് റോങ് സെൻറ്റൻസ് ആണ്. നോട്ടിൻ്റെ വേറൊരു യൂസ് ഒരു അഡ്ജക്റ്റീവിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട് എന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്, ബുദ്ധിമുട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് എന്നാൽ അത് ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പോൾ ഡിഫിക്കൽട്ട് എന്ന വാക്കിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നോട്ട് ആണ്. അവിടെ നോ ഉപയോഗിച്ചാൽ തെറ്റാണ്. ഇറ്റ്സ് നോട്ട് ന്യൂ, അത് പുതിയതല്ല. ഇനി വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത് എനി, മെനി, മച്ച്, ഇനഫ്. ഈ വാക്കുകളുടെ മുന്നിൽ ഉപയോഗിക്കേണ്ടത് എപ്പോഴും നോട്ട് തന്നെയാണ്, നോ അല്ല. ദർ ഇസ് നോട്ട് മച്ച് ടു ഡു, ഒന്നും ചെയ്യാനില്ല എന്നുള്ളത്. മച്ചിന് മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോട്ട് ആണ്. ദർ ഇസ് നോട്ട് ഇനഫ് ടൈം, ആവശ്യത്തിന് സമയം ഇല്ല. അവിടെയും ഇനഫ് എന്ന വാക്കിന് മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോട്ട് ആണ്. ദർ ഇസ് നോ ഇനഫ് ടൈം എന്ന് പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. നോട്ട് എന്ന വേർഡിൻ്റെ ഒരു യൂസ് ഒരു വേർബിനെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതിന് നമ്മൾ നോട്ട് ആണ് ഉപയോഗിക്കേണ്ടത്, നോ അല്ല. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു എന്നതാണ്. അവിടെ അതൊരു നെഗറ്റീവ് ഫോമിലേക്ക് ആ വെർബിനെ മാറ്റണമെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നാക്കണ്ടേ. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? ഐ ആം നോട്ട് ഗോയിങ്. അവിടെ നോട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഐ ആം നോ ഗോയിങ് എന്ന് പറഞ്ഞാൽ അതൊരു സെൻസ് ഇല്ലാത്ത സെൻറ്റൻസ് ആണ്. അപ്പോൾ ഒരു വെർബിനെ നെഗറ്റീവ് ആക്കുന്നതിന് നോട്ട് ഉപയോഗിക്കണം. ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. അതിനെ ഒരു നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എനിക്കറിയില്ല എന്നല്ലേ. ഐ ഡോണ്ട് നോ എന്ന് നമ്മൾ പറയാറില്ലേ. ഈ ഡോണ്ട് എങ്ങനെയാ? ഡു പ്ലസ് നോട്ട്. അവിടെ നോട്ടാണ് ഉപയോഗിച്ചത്. ഐ ഡു നോട്ട് നോ എന്നതാണ് ഐ ഡോണ്ട് നോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു വേർബിനെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതിനും ഉപയോഗിക്കുന്നത് നോട്ട് ആണ്, നോ അല്ല. ഇപ്പോൾ നോ ആൻഡ് നോട്ട് അതിൻ്റെ ഒരു ഉപയോഗത്തിൽ വരുന്ന ഡിഫറൻസ് എന്താണ് എന്ന് മനസ്സിലായില്ലേ?